മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. യൂണിറ്റ് കോസ്റ്റിംഗ് ഏറെക്കുറെ ഒരു പകുതിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ യൂണിറ്റ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് ടെൻഡർ ആൻഡ് കൊട്ടേഷൻ ബഡ്ജറ്റിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സും അക്കൗണ്ടൊക്കെയാണ്. അപ്പോൾ അതിൽ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരയ്ക്കും എന്നുള്ളതിന് നേരത്തെ ഞാൻ എക്സ്പ്ലനേഷൻ തന്നു. അതിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. അതുമല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റ് സെയിൽസ് വരെ ഉള്ള കോസ്റ്റ് ഷീറ്റിനെയാണ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെയിൽസ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഷീറ്റിനെ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൂടി പറയാം. അതേസമയം പ്രൊഡക്ഷൻ അക്കൗണ്ട് നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു ടോപ്പിക്കാണ്. ഒരു സാധാരണ മെഷീനറി അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും, ഈസിയാണ്. മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്ലസ് ടുവിനൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ അക്കൗണ്ട് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് എക്സ്പെൻസൊക്കെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഓരോ ഘട്ടത്തിലും അതിൻ്റെ വർക്ക് വ്യത്യാസമാണ്. അപ്പോൾ ആ ടോപ്പിക്കിലേക്കാണ് ഇന്ന് നമുക്ക് പോകാനുള്ളത്. എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അത്രയധികം നമുക്ക് പ്രാധാന്യം ഇല്ല ഈ പ്രൊഡക്ഷൻ അക്കൗണ്ടിന്. എങ്കിലും നമ്മുടെ സിലബസിലുള്ളതാണ്, നമുക്ക് പഠിക്കണം. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്മുടെ ബുക്കിലെ 286 പേജിൽ ഇല്ലസ്ട്രേഷൻ 7 ആണ്, പ്രൊഡക്ഷൻ അക്കൗണ്ട് ആണ്. ഞാൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ എ പ്രൊഡക്ഷൻ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2019. സ്റ്റോക്ക് 1/1/2019 ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. റോ മെറ്റീരിയൽസ് 2 lakh, 2 ലക്ഷമാണ് റോ മെറ്റീരിയൽസ്. വർക്ക് ഇൻ പ്രോഗ്രസ് 62,000. ഫിനിഷ്ഡ് ഗുഡ്സ് 1,43,000. അപ്പോൾ ഇതാണ് 3 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്ക് ഓൺ 31/12/2019 ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. റോ മെറ്റീരിയൽസ് 2,47,000. വർക്ക് ഇൻ പ്രോഗ്രസ് 69,000. ഫിനിഷ്ഡ് ഗുഡ്സ് 80,000. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കഴിഞ്ഞു. എല്ലാ ഘട്ടത്തിലും ഉണ്ട്, 3 ഘട്ടത്തിലും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽസ്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് 1,70,000. ഡയറക്റ്റ് വേജസ് 1,30,000. ഇൻഡയറക്റ്റ് വേജസ് 10,000. ഫാക്ടറി എക്സ്പെൻസസ് 75,000. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 30,000. സെല്ലിംഗ് എക്സ്പെൻസസ് 32,000. സെയിൽസ് 5,80,000. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ടി ഷേപ്പിൽ ഒരു അക്കൗണ്ട് ഫോം വരയ്ക്കുക. അതിനെ പ്രൊഡക്ഷൻ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് നമ്മൾ സാധാരണ എഴുതില്ലേ, ഹെഡിങ് അക്കൗണ്ടിന് ഹെഡിങ് എഴുതില്ലേ, അതുപോലെ പ്രൊഡക്ഷൻ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് അത് എഴുതുക. അതിനുശേഷം സാധാരണ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഒക്കെ എഴുതുക. ദെൻ ആദ്യം തന്നെ നമ്മൾ തുടങ്ങേണ്ടത് എന്താണ്? സാധാരണ നമ്മൾ തുടങ്ങുക എന്ത് വെച്ചിട്ടാ? ഓപ്പണിംഗ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുകയാണെങ്കിൽ എന്ത് വെച്ചാൽ തുടങ്ങുക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആഡ് എന്താണ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ, അതുപോലെ തന്നെ തുടങ്ങുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് കിട്ടും. പിന്നെ ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുക. ദെൻ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് കുറയ്ക്കുക. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇതൊക്കെ തന്നെ അങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവാം. മനസ്സിലായോ? ഓരോ പ്രധാനപ്പെട്ട ടോപ്പിക് വരുമ്പോൾ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് ക്ലോസ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു നാഴികക്കല്ലാണ്. കാരണം അത് പ്രൊഡക്ഷൻ കഴിഞ്ഞു,
പിന്നെ അവിടെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്യണം. നമ്മൾ ഡബിൾ ലൈൻ വെച്ച് ക്ലോസ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് അഡ്ജസ്റ്റ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സും അഡ്ജസ്റ്റ് ചെയ്തു. അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും, ബാലൻസിങ് ഫിഗർ ആയിട്ട്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ മുകളിലാണ് നമുക്ക് മറ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യാനും പ്രോഫിറ്റ് കാണാനൊക്കെ പറ്റും. അപ്പൊ ഇത് കൂടി ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്താണ് അക്കൗണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഒരു ഡിഫറെന്റ് സ്റ്റേജസ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓരോ പ്രോസസ്സും ഏത് സ്റ്റേജാണ്, അവിടെ ഓരോ സ്റ്റേജിനുള്ള സ്പെഷ്യാലിറ്റീസ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം അതും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന കാര്യമാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ കൂടി ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നത് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനും കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓരോ സ്റ്റേജിലും വരുന്ന ചേഞ്ചസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ അക്കൗണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സാധാരണ അക്കൗണ്ട് പോലെ വരച്ച് വെക്കുക. ഹെഡിങ് എഴുതുക, പ്രൊഡക്ഷൻ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 30th December 2019, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇതൊരു ഓർഡിനറി അക്കൗണ്ടാണ്. ഇനി എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോസ്റ്റിംഗ് ഇൻഫർമേഷൻ പോലെ തന്നെ ചെയ്യണം കൃത്യമായിട്ട്. അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യണം, അതിലെഴുതുന്ന പോലെ തന്നെ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ്, ഞാനിവിടെ RM എന്ന് എഴുതുന്നുള്ളൂ, റോ മെറ്റീരിയൽസ്. മുഴുവൻ എഴുതാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അതിനോടുകൂടി പർച്ചേസസ് ആഡ് ചെയ്യുന്നു. ആഡ് പർച്ചേസസ് 1,70,000. $3,70,000 less closing stock of raw materials. Closing stock of raw materials 2,47,000. 2,47,000 അണ്ടർലൈൻ ചെയ്യുക. കിട്ടുന്ന ആൻസർ ഔട്ടർ കോളത്തിലേക്ക് കൊടുക്കുക, 1,23,000. ഇതാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്, അതല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ. അടുത്ത ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് എത്രയാണ്? 1,30,000. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഇല്ല. അപ്പോൾ എത്രയായിട്ടുള്ളൂ? അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ തന്നെ ഈ പൊസിഷനിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് അത് ടോട്ടൽ ചെയ്യാം. അപ്പുറത്ത് വേണ്ട, ഇവിടെ തന്നെ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. $2,53,000. അതെന്താണത്? അപ്പോൾ ഇതാണ് പ്രൈം കോസ്റ്റ് കിട്ടിയ അവിടെ അണ്ടർലൈൻ ഡബിൾ ലൈൻ ഒന്നും വേണ്ട.
അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. പക്ഷേ പ്രൈം കോസ്റ്റ് ആണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നെ എന്ത് ആഡ് ചെയ്യേണ്ടത്? ഫാക്ടറി ഓവർഹെഡൊക്കെ ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണത്. ആഡ് ഫാക്ടറി ഓവർഹെഡ്. അത് മാറ്റില്ല. ഫാക്ടറി ഓവർഹെഡ് നമുക്ക് 2 ഐറ്റമാണ് തന്നിട്ടുള്ളത്. 2 ഐറ്റം വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2 ഐറ്റംസ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ലിസ്റ്റ് ചെയ്യുക. ഇന്നർ കോളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇവിടെ ഇന്നർ കോളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക? സ്പെസിഫൈ ചെയ്തിട്ട് എഴുതുക. ഫാക്ടറി എക്സ്പെൻസസ് ആണ് തന്നിട്ടുള്ളത് ഒരെണ്ണം. ഫാക്ടറി എക്സ്പെൻസസ് 75,000. അടുത്തത് ഇൻഡയറക്റ്റ് വേജസ്. ഇൻഡയറക്റ്റ് വേജസ് വന്നിട്ടുള്ളത് 10,000. 2 ഐറ്റേ ഉള്ളൂ ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ 75 10 85. അതിവിടെ എഴുതുക. 85,000. ഇനി സാധാരണഗതിക്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പോലെ ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സ്റ്റോക്ക് ഒന്നുമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഒറ്റ കാര്യം മാത്രമേ അറിയണ്ടൂ, അത് എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഫാക്ടറി കോസ്റ്റിന് തൊട്ട് മുൻപാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ ഫാക്ടറിയിലാണല്ലോ വർക്ക് ഇൻ പ്രോഗ്രസ് വരിക. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസും അല്ല ഫിനിഷ്ഡ് ഗുഡ്സും അല്ലാത്ത പ്രോഡക്റ്റാണ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ ഒന്നുകൂടി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്തതിന് ശേഷം ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? ആഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് WIP. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് 62,000 ആണ്. അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യമുള്ളത് എല്ലാം കൂടി ആഡ് ചെയ്യണം. $4 lakh. ദെൻ ലെസ്. ഇത് കഴിഞ്ഞിട്ടില്ല, ആൻസർ ആയിട്ടില്ല. ലെസ് ക്ലോസിംഗ് WIP. ക്ലോസിംഗ് WIP എന്ന് പറയുന്നത് 69,000. ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. $3 lakh 69 ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ 1. ഞാൻ 61 ആണ് എഴുതിയത്, 69 ആണ് കേട്ടോ. അപ്പോൾ 3,31,000. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ്. ഇനി നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് മുതൽക്കാണ് ഇനി തുടങ്ങുക. ഞാൻ ഈ ഫാക്ടറി കോസ്റ്റ് ആയിട്ടുള്ള 3,31,000 ഇവിടേക്ക് എഴുതി വയ്ക്കും. എന്നിട്ടാണ് താഴെ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറി കോസ്റ്റിനോട് കൂടി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യുക. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതിന് മുൻപായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും അഡ്ജസ്റ്റ് ചെയ്യുക.
ഇപ്പോൾ ഇതിലെ ഫാക്ടറി കോസ്റ്റ് മുകളിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ആഡ് ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം, അഡ്മിനിസ്ട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം എഴുതിയാൽ മതി. ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ്, 30,000. അപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഘട്ടം അവസാനിച്ചു. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി 3,61,000. ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ എഴുതല്ല ചെയ്യാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതാ ഞാൻ പറഞ്ഞ ഒരു ഘട്ടം അവസാനിച്ചു എന്ന് പറയുന്നു. സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ 3,61,000 ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്തു. ഇവിടെ വേറെ ഒന്നുമില്ലാത്ത വേറെ കൊണ്ട് ഒരു എമൗണ്ടും ഇല്ല, ഇതുവരെ ബ്ലാങ്ക് ആണ്. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് ക്യാരി ഡൗൺ ആണ്. ക്യാരി ഡൗൺ എന്ന് എഴുതണമെന്നില്ല, എഴുതിയാലും കുഴപ്പമില്ല. അതെന്ത് ചെയ്യണം, അടുത്ത സെക്ഷനിലേക്ക്. ഇനി അടുത്ത സെക്ഷനായി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞു, ആ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്നുള്ള കൺസെപ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ അത് ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പോൾ അതിങ്ങോട്ട് ബ്രോഡ് ഡൗൺ ചെയ്തു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബ്രോഡ് ഡൗൺ 3,61,000. സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബ്രോഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ബ്രോഡ് ഡൗൺ ചെയ്താൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് 1,43,000 ആണ്. ഇവിടെയാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഇവിടെയും ബൈ എഴുതേണ്ടതാണ്, എഴുതാം, എഴുതില്ലെങ്കിലും കുഴപ്പമില്ല. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 80,000, 80,000. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 2 സൈഡ് ഈക്വലായിട്ട് വരയ്ക്കാം. ഇത്രയായി കഴിഞ്ഞാൽ ടോട്ടല് 0, 0, 0, 4, 11, 5,04,000. അതിനപ്പുറത്തേക്ക് എഴുതി ബാലൻസ് ചെയ്യുമ്പോൾ 5,4 നിന്ന് ബാലൻസ് ചെയ്യുമ്പോൾ 4,24,000 വരും. ഇതാണ് നമ്മുടെ എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോൾഡ് ക്യാരിഡ് ഓൺ.
അതിനിപ്പുറത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നു 4,24,000. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ അതിനും മുകളിലാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? സെല്ലിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യേണ്ടത്. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാ? 32,000. ഇനി നമുക്ക് പ്രോഫിറ്റ് ആണോ തന്നിട്ടുള്ളത്, സെയിൽസ് ആണോ തന്നിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് സെയിൽസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ബൈ സെയിൽസ് എത്രയാണ്? 5,80,000 ആണ്. ഇനി രണ്ട് സൈഡും ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ആണോ എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടും അല്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ ഇറക്കി വരയ്ക്കുന്നുണ്ട്. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു. ഒറ്റ നോട്ടത്തിൽ കൂടുതൽ അവിടെയാണ്, അവിടെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ 5,80,000 അതന്നെ അപ്പുറത്തേക്ക് ഇട്ടു. 5,80,000 ഇട്ടു. ഇനി ഇവിടെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ദാറ്റ് ഈസ് 1,24,000. 1,24,000. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ബാലൻസിങ് ഫിഗറാണ് പ്രോഫിറ്റ്, ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യണം ചെയ്യുന്നത്. രണ്ട്, പിന്നെയൊക്കെ എന്താണ്? ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയതിന് ശേഷം അവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് തരികയാണെങ്കിൽ പ്രോഫിറ്റ് ഇവിടെ എഴുതിയിട്ട് ബാലൻസ് ചെയ്ത് അവിടെ സെയിൽസ് കിട്ടും. സെയിൽസ് തരികയാണെങ്കിൽ സെയിൽസ് ഇവിടെ എഴുതി ബാലൻസ് ചെയ്ത് അവിടെ പ്രോഫിറ്റ് കിട്ടും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത്തരം ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല പ്രൊഡക്ഷൻ അക്കൗണ്ട് വരയ്ക്കാൻ. ഞാനിപ്പോൾ വർക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ചോദിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് അറിയാതെ ക്ലാസ്സിൽ എടുത്തിട്ടില്ല എന്നുള്ളത് വരാൻ പാടില്ല, കുട്ടികൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വരാൻ പാടില്ല. അപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ എങ്കിലും പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 8 ആണ്. ഇല്ലസ്ട്രേഷൻ 8 അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഷീറ്റ് വിത്ത് എലിമെന്റ്സ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായല്ലോ. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള മെത്തേഡ് വ്യത്യാസമുണ്ട്. ഫോളോയിങ് ഞാൻ വായിക്കാൻ ക്വസ്റ്റ്യൻ കുട്ടികൾ ശ്രദ്ധിക്കുക. ഇല്ലസ്ട്രേഷൻ 8 പേജ് നമ്പർ 287 ആണ്. Following particulars related to the manufacturing operations of a company for the year ended 31st December 2019. Work in progress in the beginning at a prime cost 52,000. Manufacturing expense 14,000. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈം കോസ്റ്റ്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് പ്രൈം കോസ്റ്റ് 52,000, 14,000 മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം പ്രൈം കോസ്റ്റിലാണ് 52,000 രൂപ നമുക്ക് എന്ത് വരുന്നത്? സ്റ്റോക്ക് പറയുന്നു. 52,000 റുപ്പീസ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന പ്രൈം കോസ്റ്റിലാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രൈം കോസ്റ്റ് കിട്ടുന്നതിന് മുൻപ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. മാനുഫാക്ചറിങ് എക്സ്പെൻസ് 14,000 രൂപ. അപ്പോൾ മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? അത് മാനുഫാക്ചറിങ് എക്സ്പെൻസ് വരുന്ന സമയത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദി എൻഡ് പ്രൈം കോസ്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസ്, അതും രണ്ടും തന്നിട്ടുണ്ട്.
സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ദ ബിഗിനിങ് അത് 2 lakh. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ദ ബിഗിനിങ് അത് 2,30,000 ആണ്, 2,30,000. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. On the basis of above data, prepare a statement showing the cost of production. Then also indicate separately the amount of manufacturing expenses which enter into the cost of production. എന്നാണ് പറഞ്ഞത്. Also indicate separately the amount of manufacturing expenses which enter into cost of production എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യണം, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് വരുന്ന മാനുഫാക്ചറിങ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, അത് കാൽക്കുലേറ്റ് ചെയ്യും വേണം. അപ്പം ഇത് ഒരു വളരെ സാധാരണ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൻ്റെ തന്നിട്ടുള്ള മെത്തേഡ് വ്യത്യസ്തമായതുകൊണ്ടും കുട്ടികൾ ഇതുവരെ പഠിക്കാത്ത കാരണം കൊണ്ടും ഇത് എക്സാമിനേഷൻ വന്നപ്പോൾ ഉണ്ടായ, അല്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ കുട്ടികൾക്ക് തെറ്റും. കാരണം നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യനെ സമീപിച്ചിട്ടില്ല. അതല്ല, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പ്രൈം കോസ്റ്റിന്റെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ പ്രൈം കോസ്റ്റ് കാണുന്നതിന് തൊട്ട് മുമ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ആ ഒരു ലോജിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ഈസിയാണ്, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ട് ഇത് ചെയ്യാതെ പോകും. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഈ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുന്നു. ഇതൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് എടുത്ത് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ട് നമ്മളോട് വർക്ക് ചെയ്യുന്നു എന്ന് മാത്രം. അതല്ലാതെ ഒരു എന്താ പറയുക, ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ കാണാൻ വയ്യ. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് തന്നിട്ടുള്ള മെത്തേഡ് വ്യത്യസ്തമാണ്, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സ്റ്റോക്കുകൾ എലിമെൻറ്റ്സ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള ബേസിലാണ്. അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് ബിഗിനിങ്ങിലെ വർക്ക് ഇൻ പ്രോഗ്രസ് പ്രൈം കോസ്റ്റ് ബേസിലും മാനുഫാക്ചറിങ് പ്രോസസ്സിലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലോസിങ്ങിലെ വർക്ക് ഇൻ പ്രോഗ്രസ്സും പ്രൈം കോസ്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൈം കോസ്റ്റിലെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു അത് കിട്ടില്ല. ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് എടുത്ത് പരിചയമില്ലാത്ത കാരണം, അല്ലെങ്കിൽ ചെയ്ത് പരിചയമില്ലാത്ത കാരണം കൊണ്ട് അത് വിട്ട് കളയും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ വർക്ക് ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ ഇതിലാദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഏറ്റവും അവസാനം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഏകദേശം മിഡിലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം എഴുതണം, അത് എഴുതാൻ മറക്കരുത്. opening stock of raw materials 2,30,000. അപ്പോൾ ആദ്യം എഴുതി വയ്ക്കുക. $2,30,000. സാധാരണ പോലെ ആഡ് പർച്ചേസസ്. add purchases, purchase amount 4,90,000. 4,90,000. $7,20,000. ആൻസർ ആയിട്ടില്ല. ലെസ് എന്താണ് ലെസ് ചെയ്യേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്.
ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എത്രയാണ്? 2,05,000. അപ്പോൾ 7 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 5,20. അപ്പോൾ 5,15. ഇതാണെന്ത്? റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, എന്തായാലും കുഴപ്പമില്ല. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഇനി നമുക്ക് സാധാരണ പോലെ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് അങ്ങനെ ആഡ് ചെയ്ത് പോവാം. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് ലേബറൊക്കെ തന്നിട്ടുണ്ടോ നോക്കുക. ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ടായിരിക്കും എല്ലാ ക്വസ്റ്റ്യനിലും. ഡയറക്റ്റ് ലേബറിൻ്റെ എമൗണ്ട് 1,75,000. എക്സ്പെൻസസ് ഉണ്ടോ നോക്കുക. എക്സ്പെൻസ് തന്നിട്ടില്ല. റൺ ചെയ്യുക, ഇത് ആഡ് ചെയ്യുക. $6,90,000 ആണ് വരുന്നത്. സാധാരണ നിലയ്ക്ക് ഇത് ആണ് നമ്മുടെ പ്രൈം കോസ്റ്റ് ആയിട്ട് വരിക. പക്ഷെ ഇവിടെ നമുക്ക് പ്രൈം കോസ്റ്റിനെ ആ സ്റ്റേജിൽ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട്. ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ ലെവലിൽ ഈ പ്രൈം കോസ്റ്റ് കിട്ടുന്നതിന് തൊട്ട് മുൻപാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതാണല്ലോ പ്രൈം കോസ്റ്റിൻ്റെ സ്റ്റോക്ക് എന്ന് മാത്രം പഠിച്ചാൽ മതി. അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് സാധാരണ പോലെ ഓപ്പണിംഗ് ആഡ് ചെയ്യുക, ക്ലോസിങ് ലെസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ്. ഞാനിവിടെ പി സി എന്ന് ഇടുന്നുണ്ട്. പി സി എന്ന് വെച്ചാൽ പ്രൈം കോസ്റ്റ് പോർഷനിൽ എത്രയാണ് ഓപ്പണിംഗ് കോസ്റ്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്? 52,000. $7,42,000. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് പി സി പ്രൈം കോസ്റ്റ്. അത് വരുന്നത് 45,000. 45,000 കൂടെ ബാക്കി 3. ഇതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് കാണുന്നതിന് മുൻപ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിക്ക് അങ്ങനെ വരാറില്ല.
പ്രൈം കോസ്റ്റിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അത് പ്രൈം കോസ്റ്റിന് മുൻപ് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പഠിച്ചാൽ, എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒരാളുടെ ഹെൽപ്പും കൂടാതെ ചെയ്യാം. പലപ്പോഴും നമ്മൾ പഠിച്ച മെത്തേഡ് അല്ല, ഒരു ചേഞ്ച് ഇൻ മെത്തേഡ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടാതെ വരും. മനസ്സിലായല്ലോ? അപ്പോൾ സാധാരണ കുട്ടികൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഏത് സ്റ്റോക്ക് ആണെങ്കിലും ഇപ്പോൾ ഫാക്ടറിയിലെ സ്റ്റോക്ക് ഫാക്ടറി കോസ്റ്റിന് തൊട്ട് മുൻപാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ പ്രൈം കോസ്റ്റിൻ്റെ സ്റ്റോക്ക് പ്രൈം കോസ്റ്റിന് തൊട്ട് മുമ്പാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ് കേട്ടോ. സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്ത് എഴുതുമ്പോൾ പ്രൈം കോസ്റ്റ് മുകളിൽ വെച്ചിട്ടാണ് തുടങ്ങുക കേട്ടോ. അപ്പോൾ പ്രൈം കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ കുറച്ച് വർക്കേ ചെയ്യാനുള്ളൂ. കാരണം ഇനി നമുക്കൊരു സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെന്താണ് അടുത്തത്? പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ആഡ് ചെയ്യേണ്ടത് എന്ത് എക്സ്പെൻസാണ്? ഫാക്ടറി എക്സ്പെൻസസ് ആണ്, അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. ഫാക്ടറി ഓവർഹെഡ്സ് തന്നിട്ടുണ്ടോ നോക്കുക. നമുക്ക് ഫാക്ടറി ഓവർഹെഡ്സ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, നമുക്ക് പറഞ്ഞിട്ടുള്ളത് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. ഇപ്പോഴത്തെ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് തന്നിട്ടുള്ളത് 84,000 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 84,000 ഇവിടെ എഴുതി ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. പക്ഷേ ഫാക്ടറി ഓവർഹെഡിന് പകരം നമുക്ക് തന്നിട്ടുള്ള മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എന്നുള്ള പേരിലാണ് തന്നിട്ടുള്ളത്. രണ്ടും ഒന്ന് തന്നെയാണ്. അതേസമയം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വർക്ക് ഇൻ പ്രോഗ്രസ് ഏത് തന്നിട്ടുണ്ട്? മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? റിയൽ വർക്കിംഗ് പ്രോഗ്രസ് ആണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ എഴുതാം, കുഴപ്പമില്ല. നേരിട്ട് എഴുതിയോണ്ട് കുഴപ്പമില്ല. നേരിട്ട് എഴുതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 84,000 ഇവിടേക്ക് എഴുതാം. ടെക്സ്റ്റിൽ ഇന്നർ കോളത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതൊരു നല്ല മെത്തേഡല്ല. മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടില്ല, എഴുതി വെച്ചു. മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഫാക്ടറി കോസ്റ്റാണ്. പക്ഷേ ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉള്ള കാരണം കൊണ്ട് അതുകൂടി ആഡ് ചെയ്തിട്ട് ഓപ്പണിംഗ് ആഡ് ചെയ്ത് ക്ലോസിംഗ് ലെസ് ചെയ്യണം. അപ്പോൾ വീണ്ടും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എഴുതണം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? 14,000 ആണ്. 14,000. ഇതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി കുട്ടികളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. $7,95,000. Then less എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് WIP. എഴുതിയത് കുറച്ച് അതിന് നേരെയാണ് എഴുതിയത്, കുറച്ച് ഇറക്കി എഴുതണം. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് WIP വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് 10,000 ആണ്.
അപ്പോൾ ഇതോടുകൂടി കഴിയാണ്. അത്രയേ ഉള്ളൂ, നമുക്കതിൽ ചെയ്യാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ വരുന്നത് ഇത് നമുക്ക് എന്തായിട്ട് വിളിക്കാം? മാനുഫാക്ചറിങ് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റോടുകൂടി കഴിഞ്ഞ കാരണം കൊണ്ട് മറ്റേ ഓഫീസ് എക്സ്പെൻസ് ഒന്നും ഇല്ല എന്നുള്ള അസംഷനിൽ ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കഴിഞ്ഞല്ലോ, പ്രോബ്ലം കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നും പറയാം. ഞാൻ പറഞ്ഞ ലോജിക്ക് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫാക്ടറി കോസ്റ്റാണ്. പക്ഷെ നമുക്ക് വേറെ എക്സ്പെൻസുകളൊന്നും അഡ്മിനിസ്ട്രേഷനോ ഓഫീസ് എക്സ്പെൻസസോ തരാത്ത കാരണം കൊണ്ട്, ഇത് കഴിഞ്ഞ കാരണം, ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിച്ച കാരണം കൊണ്ടും ഇതിനെ നമുക്ക് എന്ത് പറയാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഫാക്ടറി കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റിനോടുകൂടി മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഫാക്ടറി കോസ്റ്റാണ് കിട്ടുക. പക്ഷെ വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് 84,000 ഇവിടെ എഴുതി 14,000 ആഡ് ചെയ്ത് 10,000 കുറച്ച് നെറ്റ് ഇങ്ങോട്ട് ആഡ് ചെയ്യാണ്. അത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ ബെറ്റർ, നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഈ മെത്തേഡാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും ഇത്തരം മെത്തേഡ് തന്നെ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ ബേസിക് ആയിട്ട് പഠിച്ച അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നമുക്കൊരു ഒരു തെറ്റും ഒരു സ്ഥലത്തും വരില്ല. ഭയങ്കര ക്ലീനായിട്ട് പോകാൻ പറ്റും, ഫുൾ മാർക്ക് വാങ്ങാനും പറ്റും. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാം, ഇൻട്രാക്ഷൻ സമയത്ത് ചോദിക്കാം, അതല്ലെങ്കിൽ അതിന് ശേഷം പേഴ്സണലായിട്ട് വാട്സപ്പ് ഇട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും അതിന് റിപ്ലൈ തരാം കേട്ടോ. താങ്ക് യു.